ഹീറോയിൻ്റെ ഫാമിലി ഹാപ്പി ആയിട്ട് പോകുമ്പോഴാണ് അവളുടെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയുടെ മകനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അവൻ വീട്ടിലേക്ക് വന്ന ശേഷമോ ഹീറോയിനുമായിട്ട് പല പരിപാടിയും നടത്തും. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2019 ഇറങ്ങിയ ക്യൂൻ ഓഫ് ഹാർട്ട് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോയിനായിട്ടുള്ള ആനിനെ കാണിക്കും. അവളൊരു ലോയറാണ്. അവൾക്ക് 2 കുട്ടികളുമുണ്ട്. ഹീറോയിൻ്റെ ഭർത്താവാണ് പീറ്റർ. പക്ഷേ പീറ്ററിൻ്റെ ആദ്യ ഭാര്യയല്ല ഹീറോയിൻ. പീറ്ററിന് മറ്റൊരു വൈഫ് ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് റെബേക്ക. പീറ്ററിൻ്റെ രണ്ടാമത്തെ വൈഫാണ് നമ്മുടെ ഹീറോയിനായിട്ടുള്ള ആൻ. പീറ്റർ റെബേക്കയുമായിട്ട് അത്ര ഇഷ്ടത്തിലൊന്നുമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഡിവോഴ്സുമാണ്. അങ്ങനെ ഒരിക്കൽ പീറ്ററിൻ്റെ മകനായിട്ടുള്ള മാർട്ടിൻ, അതായത് ആദ്യ ഭാര്യയുടെ മകൻ, നമ്മുടെ ഹീറോ ആ വീട്ടിലേക്ക് വരും. അതായത് പീറ്റർ അവനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരും. പീറ്ററിന് മകനെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ പീറ്റർ ഹീറോയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. അവിടുത്തെ 2 പെൺകുട്ടികൾ ഹീറോയെ വെൽക്കം ചെയ്യുകയും ചെയ്യും. അവർ രണ്ടുപേരും ഹീറോയ്ക്ക് ഒരു കീ ചെയിൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. പക്ഷേ ഹീറോയ്ക്ക് ഇവിടെ അത്ര ഇഷ്ടമൊന്നുമല്ലായിരുന്നു. അവൻ്റെ ഉള്ളിൽ നല്ല ദേഷ്യമുണ്ടായിരുന്നു. അവൻ ഓർത്തിരിക്കുന്നത് ഹീറോയിൻ കാരണമാണ് അവൻ്റെ ഡാഡി അവൻ്റെ അമ്മയുമായിട്ട് ഡിവോഴ്സ് ആയതെന്നാണ്. പിറ്റേ ദിവസം ഹീറോയിൻ അവളുടെ അനിയത്തിയായിട്ടുള്ള ലീനയെ കാണാൻ പോകും. ലീനയോട് ഹീറോയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും. അങ്ങനെ ലീനയെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴാണ് വീടിൻ്റെ അവിടെ ഒരു കീ ചെയിൻ കിടക്കുന്നത് കാണുന്നത്. അത് വേറൊന്നുമല്ല, ആ കുട്ടികൾ ഹീറോയ്ക്ക് കൊടുത്ത അതേ കീ ചെയിൻ തന്നെയായിരുന്നു. അങ്ങനെ ഹീറോയിൻ ആ കീ ചെയിനും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരും. അതെടുത്ത് അവളുടെ ബാഗിനകത്ത് ഇടുകയും ചെയ്യും. ഒരിക്കൽ ഹീറോയിൻ വീട്ടിലേക്ക് വരുമ്പോഴാണ് പീറ്ററും ഹീറോയും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുന്നത് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹീറോയ്ക്ക് വീട്ടിൽ നിൽക്കുന്നത് അത്ര ഇഷ്ടമൊന്നുമല്ല. ഇതിനെപ്പറ്റി പറഞ്ഞ് തന്നെയാണ് തർക്കവും ഉണ്ടാകുന്നത്. പീറ്റർ ഈ കാര്യം ഹീറോയിനോട് പറയും. ഹീറോയിൻ പറയും, അവൻ വന്നിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ, അവൻ എല്ലാവരുമായിട്ടൊന്ന് ആദ്യം മിങ്കിൾ ചെയ്യട്ടെ എന്ന്. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ വീട്ടിലേക്ക് വരുമ്പോഴാണ് അവിടുത്തെ ഗ്ലാസ് പൊട്ടിയിരിക്കുന്നത് കാണുന്നത്. ഇത് കണ്ട ഹീറോയിൻ അകത്തേക്ക് കയറുമ്പോഴോ അവിടെ ഒരു റോബറി നടന്നിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഹീറോയിൻ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഹീറോയിൻ തുണി അലക്കാൻ ഹീറോയുടെ പാൻ്റ് എടുക്കുമ്പോഴാണ് കാണുന്നത് അതിനകത്ത് കീ ചെയിൻ കിടക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ഹീറോ അങ്ങോട്ടേക്ക് വരുമ്പം ഹീറോയിൻ ഈ കീ ചെയിൻ എടുത്ത് കാണിക്കും. എന്നിട്ട് ഈ കാര്യം പോലീസിനോട് പറയുമെന്നും പറയും. ആദ്യം നമ്മുടെ ഹീറോ അതെടുത്തൊന്ന് സമ്മതിച്ചില്ലായിരുന്നു. പിന്നീട് അവൻ തന്നെയാണ് റോബറി നടത്താൻ നോക്കിയതെന്ന് പറയും. ഇത് കേട്ട ഹീറോയിൻ അവനുമായിട്ടൊരു ഡീല് വെക്കും. നീ ഈ ഫാമിലിയുടെ കൂടെ തന്നെ നിൽക്കുവാണെങ്കിൽ ഈ കാര്യം ഞാൻ പോലീസിനോട് പറയത്തില്ലെന്ന് ഹീറോയിൻ പറയും. അങ്ങനെ ഒരു വഴിയുമില്ലാതെ ഹീറോ ഫാമിലിയുമായി നിൽക്കാൻ തീരുമാനിക്കും. അങ്ങനെ പതിയെ പതിയെ ഹീറോ അവിടെയുള്ള എല്ലാവരുമായിട്ട് മിങ്കിളാകാൻ തുടങ്ങും. ഇത് കണ്ട ഹീറോയിനും പീറ്ററും നല്ല ഹാപ്പി ആകുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഹീറോ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് വീട്ടിലേക്ക് വരും. ഹീറോയിനുമായി പരിചയപ്പെടുത്തുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞ് അവൻ അവളെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകും. അവർ റൂമിൽ ചെന്ന് ഇൻറ്റിമേറ്റ് ആകാനായിട്ടും തുടങ്ങും. ഈ ശബ്ദമെല്ലാം ഹീറോയിൻ താഴെ ഇരുന്ന് കേൾക്കുന്നുമുണ്ടായിരുന്നു. അന്ന് രാത്രി ഹീറോയിൻ അവളുടെ ബോഡി മിററിൽ പോയി നോക്കുന്നതായിട്ടും കാണിക്കും. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ 2 കുട്ടികളുമായിട്ടും അതോടൊപ്പം തന്നെ ഹീറോയുമായിട്ടും ഒരു റിവറിലേക്ക് നീന്താനായി വരും. നീന്തലൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയും ചെയ്യും. അന്ന് തന്നെ അവർ തമ്മിൽ നല്ല അടുപ്പത്തിലാവും. അങ്ങനെ ഹീറോ ഇവരുമായി നല്ല പോലെ അടുക്കും. അന്ന് രാത്രി ഹീറോയും ഹീറോയിനും തമ്മിൽ മിണ്ടിക്കൊണ്ടിരിക്കും. ആ ടൈമിലാണ് ഹീറോയുടെ കയ്യിലെ ടാറ്റു അവൾ കാണുന്നത്. ഇത് കാണാൻ നല്ല അടിപൊളിയാണെന്ന് ഹീറോയിൻ പറയുകയും ചെയ്യും. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോ അവളുടെ കയ്യിലൊരു ടാറ്റു വരച്ചു കൊടുക്കും. അങ്ങനെ ഒരിക്കൽ പീറ്റർ അവൻ്റെ വീട്ടിലൊരു ചെറിയ പാർട്ടി നടത്തും. അവൻ്റെ കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് തിരക്കിലായിരുന്നു. ഹീറോയിനാണെങ്കിലോ നല്ല ബോറടിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ അവൾ വേറൊരിടത്തേക്ക് പോയി മാറിയിരിക്കും. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ഹീറോ വരുന്നത്. ഇത് കണ്ട ഹീറോയിൻ അവനുമായിട്ട് കമ്പനിയാകും. അവനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് പോകും. ഒരു ബാറിൽ പോയി രണ്ടുപേരും വെള്ളം അടിക്കും. അങ്ങനെ വെള്ളം അടിച്ച് മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കുമ്പോഴാണ് ഹീറോയിൻ അവനെ കയറി ഉമ്മ വെക്കുന്നത്. ആ ടൈമിൽ ഹീറോയ്ക്ക് എന്തൊക്കെയോ പോലെ തോന്നുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ കുറേ കടന്നു പോകും. ഹീറോയിന് ഹീറോയെ മറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ കിടക്കാൻ നേരം അവൾക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഹീറോയുടെ റൂമിലേക്ക് പോകും. ഹീറോ ആ ടൈമിൽ ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, അവർ തമ്മിൽ എന്തൊക്കെയോ ഫീലിംഗ് തോന്നും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ പരിപാടി നടത്താനും തുടങ്ങും. അങ്ങനെ ഹീറോയും ഹീറോയിനും തമ്മിൽ നല്ല ക്ലോസ് ആകും. ഹീറോ ആ ഫാമിലിയിൽ ഒരു അംഗവും ആകും. ഇത് കാണുമ്പോൾ തന്നെ പീറ്റർ നല്ല ഹാപ്പിയുമായിരുന്നു. ഒരിക്കൽ ഹീറോ അവളോട് കുറേ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കും. ഇതൊക്കെ ഹീറോ റെക്കോർഡ് ചെയ്യുന്നുമുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടി വരും. ഹീറോ നോക്കുമ്പോഴോ ഹീറോയിൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ അവളെ ചെന്ന് ഉമ്മ വെക്കും. ആ ടൈമിലാണ് ഹീറോയിൻ്റെ അനിയത്തിയായിട്ടുള്ള ലീന ഇത് കാണുന്നത്. ലീനയെ കണ്ട ഉടനെ തന്നെ ഹീറോയിനും ഒന്ന് ഷോക്കാകും. കാരണം അവൾ ഈ കാര്യം എല്ലാവരുടെ അടുത്തും പറയുമോ എന്നുള്ളൊരു പേടി ഹീറോയിനുണ്ടായിരുന്നു. ലീനയാണെങ്കിലോ അവിടെയുള്ള ആരോടും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യും. പിന്നീട് ഹീറോയിന് ഈ കാര്യം ഓർത്ത് നല്ല ടെൻഷനായിരുന്നു. ആ ടൈമിലാണ് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഹീറോയിൻ അവനെ ഇഗ്നോർ ചെയ്യും. അവനോട് നല്ലപോലെ ചൂടാകും.
ഇത് ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഹീറോ ഒരു മരത്തിൻ്റെ മുകളിൽ കയറും. എല്ലാവരും വന്ന് അവനോട് താഴേക്ക് ഇറങ്ങാൻ പറയും. ആ ടൈമിലാണ് ഹീറോ അതിൻ്റെ മുകളിൽ നിന്ന് അടിച്ചു തല്ലി വീഴുന്നത്. ഇത് കണ്ട് എല്ലാവരും നല്ലപോലെ പേടിക്കും. പീറ്റർ ആണെങ്കിലോ അവൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യും. ആ ടൈമിലാണ് ഹീറോ കിടന്ന് ചിരിക്കുന്നത്. കാരണം ഇത് അവൻ്റെ ഒരു പ്രാങ്കായിരുന്നു. പക്ഷേ പീറ്ററിന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അവൻ ദേഷ്യത്തോടെ ഹീറോയെ തള്ളി മാറ്റും. പിന്നീട് ഹീറോയും ഹീറോയിനും തനിയെ കണ്ടുമുട്ടും. ഹീറോയിൻ ആ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നിർത്താമെന്ന് ഹീറോയോട് പറയും. കാരണം അവൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ഹീറോയ്ക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ റിലേഷൻഷിപ്പ് നിർത്താൻ ഹീറോയിൻ തീരുമാനിക്കും. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ വീട്ടിലേക്ക് വരുമ്പോൾ ഹീറോയും പീറ്ററും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പീറ്റർ ഹീറോയോട് ചോദിക്കും ഇത് ക്യാമ്പയിന് പോകാമെന്ന്. അതിന് ഹീറോയും ഓക്കെ പറയും. കാരണം അതിൽ കൂടെ അവർക്ക് തമ്മിൽ കുറച്ചുകൂടി കമ്പനിയാകാൻ പറ്റുമായിരുന്നു. ഹീറോ അകത്തേക്ക് പോയ ശേഷം പീറ്റർ ഹീറോയിനോട് പറയും നിന്റെ അനിയത്തി ലീനയുടെ അടുത്തുനിന്ന് ഒരു കോള് വന്നായിരുന്നു, പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ലെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിൻ ഷോക്കാവും. കാരണം ലീന ആ കാര്യമെല്ലാം പീറ്ററിനോട് പറയുമോ എന്ന് പേടിച്ച്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ കുറച്ച് കഴിഞ്ഞ് ലീനയുടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് ഹീറോയുമായി ബ്രേക്കപ്പ് ആയെന്ന് പറയും. ഇത് കേട്ട ലീനയാണെങ്കിലോ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ നിർത്തി വിടും. ഇതും കൂടി കഴിയുമ്പം ഹീറോയിന് നല്ല പേടിയാകും ലീന അത് പറയുമോ എന്ന് പേടിച്ച്. അങ്ങനെ ഒരിക്കൽ ക്യാമ്പിനെല്ലാം കഴിഞ്ഞ് പീറ്റർ വീട്ടിലേക്ക് വരും. രാത്രി ഹീറോയിനുമായിട്ട് സംസാരിക്കുകയും ചെയ്യും. ആ ടൈമിൽ പീറ്റർ അവളോട് ഹീറോയുമായിട്ടുള്ള അഫെയറിനെ പറ്റി ചോദിക്കും. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിൻ ഷോക്കാകും. പക്ഷേ ഇത് ലീന പറഞ്ഞതല്ലായിരുന്നു. ക്യാമ്പയിൻ്റെ ടൈമിൽ ഹീറോ പീറ്ററിനോട് തന്നെ പറഞ്ഞതായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീറോയിൻ നല്ലപോലെ ഷോക്കാകും. ഹീറോയിൻ പറയും അവൻ കള്ളം പറഞ്ഞതായിരിക്കും, നമ്മളെ തമ്മിൽ തെറ്റിച്ചിട്ട് വീണ്ടും റെബേക്കയുടെ കൂടെ പോകാൻ വേണ്ടി അവൻ പറഞ്ഞതായിരിക്കുമെന്ന്. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് പീറ്റർ വിശ്വസിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ദേഷ്യം വന്ന ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങും. ആ ടൈമിൽ അവൾ പറയും മുമ്പ് ഇവിടെ ഒരു റോബറി നടന്നില്ലേ, അതെടുത്തത് വേറെ ആരുമല്ല ഹീറോ തന്നെയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ പീറ്ററിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നും. അങ്ങനെ തെളിവടക്കം ഹീറോയിൻ കാണിക്കുമ്പോൾ പീറ്റർ അത് വിശ്വസിക്കും. പീറ്റർ അങ്ങനെ ഹീറോയിൻ്റെ കൂടെ നിൽക്കും. പിന്നീട് ഹീറോയിൻ ഹീറോയുടെ റൂമിലേക്ക് ചെന്ന് ആ ടേപ്പ് റെക്കോർഡർ നശിപ്പിച്ച് കളയും, ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ. പിന്നീട് 3 പേരും ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങും. പക്ഷേ ഹീറോയെ പീറ്റർ ഒട്ടും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ട ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരും. അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങും. പോകുന്നതിന് മുമ്പോ ഹീറോയിൻ്റെ മുഖത്ത് തുപ്പിയിട്ട് അവൻ പോകും. അങ്ങനെ ഹീറോ വീട്ടിൽ നിന്ന് പോയത് നേരെ ഒരു ബോർഡിംഗ് സ്കൂളിലേക്കാണ്. കുറേ നാളുകൾ കഴിഞ്ഞ് പീറ്റർ ഹീറോയെ ഓർക്കും. ഹീറോയെ പീറ്റർ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നാളുകൾ കഴിഞ്ഞ് ഹീറോ ഹീറോയിനെ കാണാനായി വരും. എന്നിട്ട് പറയും പീറ്ററിനോട് എല്ലാ സത്യവും തുറന്നു പറയണം, ഇല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിന് ഞാൻ കേസ് കൊടുക്കുമെന്ന്. പക്ഷേ ഇത് കേട്ട ഹീറോയിനാണെങ്കിലോ അത് നിനക്ക് തെളിയിക്കാനാകില്ല, അതുമാത്രമല്ല ഞാൻ വലിയൊരു ലോയർ ആണെന്നും പറയും. ഇത് കേൾക്കുമ്പം ഹീറോയ്ക്ക് നല്ല ദേഷ്യവും സങ്കടവും വരും. അങ്ങനെ കുറേ നാളുകൾ കടന്നു പോകും. ക്രിസ്മസും ആകും. ഹീറോയിൻ ഫാമിലിയുമായി ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. രാത്രിയാകുമ്പോൾ എല്ലാവരും കയറി കിടക്കും. ആ ടൈമിലാണ് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. ഹീറോയിനും പുറത്തേക്ക് ഇറങ്ങി വരും. ഹീറോ അവളോട് പറയും പീറ്ററിനെ കാണണമെന്ന്. പക്ഷേ ഹീറോയിനാണെങ്കിലോ അതിന് സമ്മതിക്കുന്നുമില്ലായിരുന്നു. കുറച്ച് കഴിയുമ്പം ഹീറോ റോഡിൽ കിടന്ന കരയും. എന്നിട്ടും ഹീറോയിൻ സമ്മതിക്കത്തില്ല. അവൾ അവിടെ നിന്ന് കയറിപ്പോവുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ്റെ വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടി നടക്കുമായിരുന്നു. ഹീറോയിൻ അനിയത്തിയായിട്ടുള്ള ലീനയും അതിലുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് പീറ്ററിൻ്റെ റെബേക്കയുടെ അടുത്തുനിന്ന് ഒരു കോള് വരുന്നത്. ഹീറോയെ കാണാനില്ലെന്ന് പറഞ്ഞ്, അതായത് ഹീറോയെ സ്കൂളിൽ കാണാനില്ലെന്ന് പറഞ്ഞ്. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് പീറ്ററിനൊന്നും തോന്നത്തില്ല. കാരണം പീറ്റർ ഓർത്തത് വീണ്ടും ഹീറോ പ്രാങ്ക് ചെയ്തെന്നാണ്. ഇത് കേട്ടിട്ട് കാര്യമാക്കാത്ത പീറ്റർ ഇത് ഹീറോയിനോട് പറയും. പക്ഷേ ഹീറോയിൻ ചെറുതായിട്ട് ടെൻഷൻ അടിക്കും. കാരണം ഹീറോയിനാണ് അവനെ അവസാനമായിട്ട് കണ്ടത്. പിന്നീട് അത് വലിയൊരു പ്രശ്നമാകും. പോലീസ് ഹീറോയെ അന്വേഷിക്കാനായി തുടങ്ങും. ഇതുകൂടെ ആകുമ്പോഴോ ഹീറോയിൻ നല്ലപോലെ ടെൻഷൻ അടിക്കും. അങ്ങനെ ഇരിക്കൽ പീറ്റർ വീട്ടിലേക്ക് കയറി വരും വളരെ വിഷമത്തോടെ. ഇത് കണ്ട ഹീറോയിൻ ചോദിക്കും എന്ത് പറ്റിയെന്ന്. പീറ്റർ പറയും അവിടെ ഒരിടത്ത് ഹീറോയുടെ ഡെഡ് ബോഡി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്, അവൻ ഡെഡായെന്ന്. അവനെ ഇനി നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ലെന്നും പറയും. ആക്ച്വലി ഹീറോ അന്ന് പീറ്ററുമായിട്ട് ഈ ക്യാമ്പിന് പോയ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. 2 മാസത്തോളം അവൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു പീറ്ററിനോട് സംസാരിക്കാൻ. പക്ഷേ അവിടെയാണെങ്കിലോ നല്ല മഞ്ഞും പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ തണുപ്പ് കാരണമാണ് നമ്മുടെ ഹീറോ അവിടെ ഡെത്തായത്. ഇതറിഞ്ഞ ഉടനെ ഹീറോയിൻ നല്ലപോലെ വിഷമിക്കും. പീറ്ററുമായിട്ട് അവളും കരയാൻ തുടങ്ങും. കാരണം അവൾ ഹീറോയുടെ മരണത്തിനൊരു കാരണമാണ്. കുറച്ച് കഴിഞ്ഞ് ഹീറോയിൻ സിമ്പതിക്ക് വേണ്ടി പീറ്ററിൻ്റെ അടുത്തേക്ക് ചെല്ലും. പക്ഷേ പീറ്റർ ആണെങ്കിലോ അവളുടെ വാ പൊത്തും, എന്നിട്ട് മിണ്ടരുതെന്ന് പറയും. കാരണം പീറ്ററിന് അവളോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഇവള് കാരണമാണ് പീറ്റർ ഹീറോയെ അകറ്റി നിർത്തിയതും. അങ്ങനെ ദേഷ്യം വന്ന പീറ്റർ അവിടെ നിന്ന് പോകും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഹീറോയിനും പീറ്ററും 2 പെൺകുട്ടികളും കൂടി റെഡി ആകുന്നതായിട്ട് കാണിക്കും ഹീറോയുടെ ഫ്യൂണറലിന് പോകാൻ വേണ്ടി. അങ്ങനെ ഇവർ കാറിൽ പോകുമ്പം ഈ മൂവിയും തീരും.